ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു നൈലോൺ ബാൻഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് അതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, 2 സാറ്റിൻ്റെ റിബൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ബീഡ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹാഫ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നൈലോൺ ബാൻഡും. നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു ഇഞ്ചിൻ്റെ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാറില്ലേ, കുഞ്ഞ് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാറില്ലേ, അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്താ വീഡിയോ കാണാൻ പോലെ ചെയ്താൽ മതി. നമ്മൾ ആദ്യം ഒന്ന് കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് ബാക്കിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഒപ്പം തന്നെ മറ്റേ കൈ കൊണ്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ റോസ് ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ പറയണം കേട്ടോ. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ചെറിയ ഫ്ലവേഴ്സ് മതി. അതുകൊണ്ട് ബാക്കി വന്ന സാറ്റിൻ്റെ റിബൺ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റർ വെച്ച് തന്നെ ഇതൊന്ന് ഉരുക്കിയാൽ അവിടെ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്കവിടെ ഫിക്സ് ആയി കിട്ടും. ഈ താഴ്ഭാഗവും അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കൂടി കാണിച്ചില്ല. ഇതാ ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിൽ മടക്കിയിടുക, വീണ്ടും ചുരുട്ടുക, ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യുക, വീണ്ടും ചുരുട്ടുക, അങ്ങനെ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്തു പോന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി റോസ് ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു 6 ഫ്ലവേഴ്സും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീന് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 4 ലീഫുകൾ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ വി ഷേപ്പിൽ മടക്കിയിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി അത് സെൻറ്ററിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അതുപോലത്തെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു 4 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കയ്യിൽ ക്ലോത്ത് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ലേസുകൾ അവൈലബിൾ ആണ്, അത് വെച്ച് ചെയ്താലും മതി. നമുക്ക് നൈലോൺ ബാൻഡിൽ എത്രയാണോ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഭാഗം വരുന്നത് വെച്ചാൽ അത്രയും വലിപ്പത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഫ്ലവേഴ്സും ലീഫുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഈ ഒരു ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഈ ക്ലോത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് നമ്മുടെ ലീഫുകൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇവിടെ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ബീഡ്സുകളില്ലേ, ഹാഫ് ബീഡുകളാണ്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ വീഡിയോസിന് അധികം വ്യൂസ് വരുന്നുണ്ടെങ്കിലും പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാനിതവിടെ ബാക്കി വന്ന ആ ക്ലോത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ നൈലോൺ ബാൻഡിലോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്നിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മുടെ നൈലോൺ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഇതുപോലത്തെ കുറച്ച് കുഞ്ഞ് സ്റ്റോൺസ് ഉണ്ടാവില്ലേ, അതും കൂടി ഇതിൻ്റെ ഇടയിലൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.